സ്വകാര്യ നിക്ഷേപത്തിൽ നയമാറ്റവുമായി CPM. പൊതുമേഖലയിൽ പൊതു-സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരും. ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ PPP മാതൃക വൈരുദ്ധ്യമല്ലെന്നും MV ഗോവിന്ദൻ. അതേസമയം വരുമാനാടിസ്ഥാനത്തിൽ സെസ് ചുമത്താനുള്ള സർക്കാർ നീക്കത്തിന് CPM പിന്തുണ പരിശോധിച്ച് നടപ്പാക്കുമെന്ന് MV ഗോവിന്ദൻ ഇത് സംബന്ധിച്ച് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ എന്ന പേരിലാണ് ഈ നീക്കം. വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, അവസാനമാണ് CPMന് ബോധോദയം ഉണ്ടാകുക. സ്വകാര്യ നിക്ഷേപമില്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നയം CPM അവസാനം അംഗീകരിക്കുകയാണ്, പ്രത്യേകിച്ച് പൊതുമേഖലയിൽ. വിവരങ്ങൾ. തീർച്ചയായും നീലിമ, ഈ സ്വകാര്യ നിക്ഷേപത്തിലാണ് ഇത്തരത്തിലൊരു നയം മാറ്റം. അതായത് പൊതുമേഖലയിൽ PPP മാതൃകയിൽ ഈ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് ഈ PPP മാതൃക. അത് വൈരുദ്ധ്യമല്ലെന്നാണ് MV ഗോവിന്ദൻ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇത് തന്നെ ഈ നയരേഖയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം ഇനി അവസാനിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ പൊതുപങ്കാളിത്തത്തിൽ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉള്ള സാധ്യത പ്രയോജനപ്പെടുത്തണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനായ വ്യക്തമായ വ്യവസ്ഥകളോടുകൂടി സർക്കാർ ഒരു കരാറിൽ ഏർപ്പെടണമെന്നും ഈ നയരേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും അത്തരമൊരു നയമാറ്റത്തിലേക്കാണ് ഈ CPM ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സേവനങ്ങൾക്ക് ജനങ്ങൾക്ക് മേൽ ഈ സെസ് ചാർജ് ഈടാക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിന് CPMന്റെ പിന്തുണയും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു. വിവിധ മേഖലകളിൽ നിന്നും ഫീസുകൾ കൃത്യമായി പിരിച്ചെടുക്കണമെന്നും അതോടൊപ്പം തന്നെ വിഭവ സമാഹരണത്തിൽ 70% വരെ പൂർത്തിയാക്കാൻ ഇതുവരെ ധനവകുപ്പിന് ആയിട്ടുണ്ടെന്നുമൊക്കെ MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഈ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫീസ് ഈടാക്കാനുള്ള നീക്കം അത് വികസന നയരേഖ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു നിർദ്ദേശം. അത് ഭരണതലത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരേ സേവനത്തിന് തന്നെ പല തുക ഈ സർക്കാരിന് ഫീസായി നൽകേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടാകുമെന്നുള്ളതാണ്. അതായത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഈ ജനങ്ങളെ തരംതിരിച്ച് എല്ലാത്തിനും ഫീസ് ഏർപ്പെടുത്തുമ്പോൾ അതിൽ സെസ് ഈടാക്കുമ്പോൾ ഈ നയരേഖയിലെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴുള്ള കാര്യമാണ്. അതായത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കണമെന്നുള്ള പേരിലാണ് ഇത്തരത്തിലൊരു സെസ് ഈടാക്കുന്നത്.